എന്തായാലും പാണ്ടി പഞ്ചാരി മേളങ്ങളും പഞ്ചവാദ്യം കൂടി അങ്ങോട്ട് കൊട്ടിക്കയറും. അല്ലല്ല, തൃശ്ശൂർ പൂരത്തിന് എവിടെയെങ്കിലും സ്ഥലത്ത് നിന്നിട്ട് ജയ്സാന്ന് വിളിച്ചാൽ ഇപ്പൊ തന്നെ 15 ജയ്സന്മാർ വരും. അത് ശരിയാ. പക്ഷെ എന്നാ നമുക്ക് മുഴുവൻ പേര് വിളിക്കാം. അല്ല, ഇതിവിടെ നടന്നോളും. എന്നാലും ജയ്സൺ വരണമെന്ന് സുജയ്ക്ക് എന്തോ ഒരു താല്പര്യം. അതെ, ജയ്സൺ ആണ് എനിക്ക് തൃശ്ശൂർ പൂരം കാണിച്ചു തരാന്ന് പറഞ്ഞു. മാത്രല്ല അസല് തൃശ്ശൂർക്കാരന് താങ്ങീന് ആണല്ലേ. അല്ല, അപ്പൊ തൃശ്ശൂർ ഇറങ്ങിയ പെൺപുലിയാണോ ഇത്? സിംഗപ്പുലി. ഓണത്തിന് പുലി ഇറങ്ങണ നാട്. രണ്ട് വലിയ ഉത്സവങ്ങളാ തൃശ്ശൂര്. അതായത് പൂരത്തിന് ആനകൾ ഇറങ്ങും, ഓണത്തിന് പുലികൾ ഇറങ്ങും. ആനകൾ ഒറിജിനലാണ്, പുലികളോ മനുഷ്യരാണ്. അപ്പൊ ഒരുതരം കാട് സൃഷ്ടിക്കലാണ്. ചിലപ്പോ ആന വരുന്നുണ്ട്, ആർട്ടിഫിഷ്യൽ ആന. അയ്യേ, അതെന്താ കുഴപ്പമില്ല, ആനക്ക് പിണ്ടുണ്ടാവില്ല. എനിക്ക് പട്ടയില്ല, എനിക്ക് പിണ്ടുണ്ടാവില്ല. നമ്മൾ ആനയൊക്കെ കാണിച്ചിരുന്നു. അല്ല, ഇതിപ്പോ ആരാണെന്ന് ആർക്കറിയാം? ഒറിജിനലാ. അതെ അതെ, ഏത് പുലി? അതായത് തൃശ്ശൂർ പൂരത്തിന്റെ ഹിസ്റ്ററി ചെയ്ത് ഞങ്ങള് 3 പേരും നാടകക്കാരാ. ഒരേ മണ്ഡലത്തിൽ നിന്ന് വന്ന ആൾക്കാരാ. ഞങ്ങളുടെ നാടകത്തിന് ഇൻസ്ട്രുമെന്റ്സ് ഇടയ്ക്ക് വായിച്ചിരുന്ന പെർക്കഷൻ വായിക്കുന്ന ആളാണ് ഇത് ഞങ്ങളുടെ നാടകത്തിന്. അപ്പൊ ഞങ്ങൾക്ക് എന്താ വെച്ചാൽ, ഞങ്ങള് ഈ സൗഹൃദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടകക്കാര്, അല്ലെ, പഴയ നാടകക്കാര് തമ്മിൽ കാണുന്നത്, പഴയ സുഹൃത്തുക്കൾ തമ്മിൽ കാണുന്നത്, അതുപോലെ പഴയ കാലത്തെ നമ്മുടെ ചങ്ങാതിമാര് തമ്മിൽ കാണുന്നത്, കണ്ടുമുട്ടുന്നത്, പാട്ടുകാരെ കാണുന്നത്, എല്ലാം ഈ പൂരത്തിനാ. ജോസ് തിയേറ്ററിന്റെ മുമ്പിൽ 9:30 വരാൻ പറഞ്ഞാൽ ഒരു കൂട്ടം നിൽക്കണ്ടാവും. എന്താ അറിയോ? ബോംബെ എന്നുള്ളവര്, ഗൾഫിൽ നിന്നുള്ളവര്, അമേരിക്കയിൽ നിന്നുള്ളവര്, ഇംഗ്ലണ്ടിൽ നിന്നുള്ളവര്, കുന്നോളം എന്നുള്ളവര്, കോഴിക്കോട് എന്നുള്ളവര്. സത്യം പറഞ്ഞ ഇത് ശരിയാണോ ചേട്ടാ? ശരിയാണ്. അപ്പൊ ഇവരോട് കൂടെ നമുക്ക് ചോദിക്കാം, ജയരാജ് ചേട്ടാ ഈ പറഞ്ഞൊക്കെ ഉള്ളതാണോ? അതെന്താ സുജി എന്നോട് അങ്ങനെ ഒരു വിശ്വാസമില്ലാത്തത്? അതായത് ഈ സുനിൽ സുഗതയും നന്ദകിഷോറും ഞാനും ഞങ്ങളുടെ ഈ കോംബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂരില് നിർമ്മിക്കുന്ന ഒരുവിധം സിനിമയിലൊക്കെ നമ്മൾ ഒന്നിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇദ്ദേഹമാണ് ഈ ജഡ്ജിയായിട്ട് അഭിനയിച്ച നമ്മുടെ പുണ്യാളൻ അഗർബത്തീസ്. ഇദ്ദേഹമാണ് അതിലൂടെ ഏറ്റവും വലിയൊരു കലാരൂപം സ്റ്റാർട്ട് ചെയ്തത്. വെള്ളിമൂങ്ങയിൽ അച്ഛൻ മാത്രം അല്ല, അതിനകത്ത് അതായത് ഇതുവരെ നമ്മൾ കാണാത്ത ജഡ്ജിയായിരുന്നു. അപ്പൊ പതുക്കെ വക്കീലായിട്ട് അഭിനയിക്കുന്ന നടി പതുക്കെ ഇങ്ങോട്ട് തിരിഞ്ഞപ്പോ അതൊരു കലാരൂപമായിരുന്നു. അപ്പോ അങ്ങനെയുള്ള ഞങ്ങളുടെ കൂട്ടുകാരുടെ പങ്കുണ്ടോ ആ കലാരൂപം പഠിപ്പിക്കുന്നതിൽ? അല്ല, പിന്നെ തീർച്ചയായും നമ്മുടെയൊക്കെ നാടകങ്ങളല്ലേ ആദ്യം അല്ലെ കണ്ടത്? ഞങ്ങൾ